ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ പറയാനായിട്ടുള്ളത് എന്താണെന്നറിയുമോ? നമ്മൾ വളരെ വിഷമമുള്ളൊരു കാര്യം. അത് സത്യം പറഞ്ഞാൽ നമുക്ക് ആലോചിക്കുമ്പോൾ പോലും നമുക്ക് എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഈ ഞാനൊക്കെ ഈ വർക്കിംഗ് മൺഡേ ടു ഫ്രൈഡേ ജോലിയുണ്ട്. നമ്മൾ പുറത്ത് ജീവിക്കുന്നവരാണ്. രാവിലെ എണീറ്റ് നമ്മൾ ജിമ്മിൽ ഇപ്പോൾ സ്പെഷ്യലി ഞാൻ എൻ്റെ കാര്യം, ഞാൻ ജിമ്മിൽ പോകുന്ന നേരത്ത് ഒരു കോഫിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ആദ്യം ഫോൺ എടുത്ത് നോക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഞാൻ എടുക്കുന്ന ഫേസ്ബുക്ക് എടുത്തിട്ട് അതിൽ 24 ന്യൂസ് ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യും. നാട്ടിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അത് എല്ലാ ആൾക്കാരും അറിയണം എന്താ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാം. ഇതുപോലെ ഫേസ്ബുക്ക് ന്യൂസ് ചാനലൊക്കെ എടുത്ത് നോക്കും. അപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് കേൾക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം പോയി, പുള്ളി മരിച്ചുപോയി. അത് വേറെ ഒന്നുമല്ല, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടി ബസ്സിൽ പുള്ളി ടച്ച് ചെയ്തെന്നും പറഞ്ഞിട്ട് ഉള്ളൊരു വീഡിയോ എടുത്തങ്ങ് പോസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് പറയാനായിട്ടുള്ള, ഇത് ഏതോ ഒരു യൂട്യൂബ് ചാനൽ, ഒരു വ്ളോഗർ, ഒരു പയ്യൻ സംസാരിക്കുന്നുണ്ട്. അവർ പൊതുവെ വീഡിയോ ഇടുന്ന ആൾക്കാരാണ്. അപ്പം കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുക, പ്രതികരിക്കുക, ഇത് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുള്ളൂ, ഇതിൽ പ്രതികരിക്കാൻ എന്തിരിക്കുന്നു, പ്രതികരിച്ചാൽ ആൺകുട്ടിയല്ലേ, പ്രതികരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അവൻ്റെ മരിച്ചവർ പോയത് പോയി, അവൻ്റെ ജീവൻ പോയത് പോയി, അത്ര തന്നെ. ഇത് പറയാനായിട്ട് വേറെ ഒന്നുമല്ല, ഞാൻ 80s ജനിച്ച ഒരു വ്യക്തിയാണ്. അപ്പം നമുക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്നത്, ഇത്രയും തിരക്കുള്ള ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവർ, അതൊക്കെ അന്നത്തെ ടൈമൊന്നും എന്തായാലും ഇന്നത്തെ ജനറേഷന് കിട്ടത്തില്ല. കാര്യം അത്ര മനോഹരമായിട്ടുള്ള കാലഘട്ടമായിരുന്നു നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം നല്ലതും ചീത്തയുമാണെന്നുള്ള കാര്യം വ്യക്തമാണ് ഇപ്പോഴത്തെ കാലത്തിൽ. കാര്യം ഇന്നത്തെ ഇപ്പോൾ ഓക്കെ, ഇപ്പോൾ ബസ് എന്ന് പറയുന്ന സാധനം എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാമല്ലോ. ബസ് എന്ന് പറയുന്നത് സ്റ്റഡി ആയിട്ട് നിന്ന് പോകുന്ന സാധനമല്ല, നിന്ന് പോകുന്നവർക്ക് അത് അറിയാം എന്താണെന്ന്. അപ്പം ശരി, ഇപ്പം പുള്ളിക്കാരൻ ബാഡ് ടച്ച് ചെയ്തു എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നിങ്ങൾക്കത് പ്രതികരിക്കണമെങ്കിൽ ദേഷ്യത്തിലെ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞാൽ പുള്ളിയെ കണ്ടാലറിയാം. ദേഷ്യം സംസാരിച്ച പുള്ളി ഒന്ന് പിന്നെയും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കാനായിട്ട് നിൽക്കത്തില്ല, മാറി അങ്ങ് നിൽക്കും. ഇത് അതിനൊന്നും പ്രതികരിക്കാതെ നിന്നിട്ട് ഒരു ഫോൺ കയ്യിലുണ്ടെന്നുള്ള പേരിൽ ആ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനത്തെ വീഡിയോസ് എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുക. ശരി, ഇപ്പോൾ പുള്ളിക്കാരൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയത്തില്ല, മക്കളോ ഭാര്യയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഒരു എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ പുള്ളിക്കാരൻ അത്ര ഇതിൽ ആണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ആ പഴയ കാലഘട്ടം ആലോചിക്കുക. അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും വലിയ സെറ്റപ്പ് ഒന്നുമില്ല. പക്ഷെ അന്നത്തെ പെൺകുട്ടികൾക്ക് ഇങ്ങനത്തെ രീതിയിലൊന്നും പെരുമാറാൻ അറിയില്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. അത് വളരെ വിഷമം. ഇത് ലൈക്ക് കിട്ടാൻ നിസ്സാര ഇത് ഇട്ടിട്ട് ലൈക്കും കമൻസും എല്ലാം ഈ വ്യൂവേഴ്സൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം നിന്നിട്ട് മനസ്സിൽ എങ്ങനെ ഒരു സമാധാനം വരുന്നത് ഈ ചെയ്യുന്ന ആൾക്കാർക്ക്? വളരെ വിഷമമുണ്ട്. ഇത് കാണുമ്പോൾ എന്ത് പറയാനാ? ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അറിയാതെ പറഞ്ഞു പോകും, അതാണ്. ഇപ്പം എനിവേ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഈ വീഡിയോസൊക്കെ ചെയ്തിട്ട്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാര്യം മനസ്സിൽ അത്രയും ഒരു എന്താ പറയുക, ദേഷ്യമാണോ വിഷമമാണോ ഒന്നും പറയാനില്ല. ശരി, ഓക്കെ, ഇതൊന്ന് സംസാരിക്കാനായിട്ട് വന്നതാണ്. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ.